എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞോ. ഇത് നമ്മളെ ബർത്ത്ഡേ പർച്ചേസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ആക്ച്വലി ഇന്നാണ് ബർത്ത്ഡേ. അപ്പൊ ഇന്ന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും പർച്ചേസ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ബേബിക്കുള്ള ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടില്ല. അത് നമ്മൾ വിചാരിക്കാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ക്യാൻസലായി പോയി. നമ്മൾ ഓൺലൈനിൽ ഓർഡർ കൊടുത്ത ഇന്ന് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അതിനിടയിൽ ഞാനും രാവിലേട്ടനും എല്ലാം സൈഡായി പോയി. രുദ്രാക്ഷന് താങ്ക് ഗോഡ് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരും കേട്ടാ. സത്യം വരും, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വരും. എനിക്ക് ഫീവർ എല്ലാം വന്ന് കോൾഡൊന്നും മാറിയിട്ടില്ല. ഞാനാകെ സൈഡായി. രാവിലേട്ടന് വയറെല്ലാം പ്രശ്നമായി, സൈഡായി. ഇനിയിപ്പോൾ ഇന്നാന്ന് പോയിട്ട് ചെയ്യേണ്ടത്. ഇന്നലെ തണുപ്പ് പെട്ടെന്നാണ് തണുപ്പ് മാറി. ഇതെങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. ആരത്? മമ്മീന്റെ. എൻ്റെ തന്നെ ഞാൻ മെഡിസിൻ എടുക്കുന്നില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ പോലെ ഗുളി കുടിക്കാൻ എടുക്കുന്നുണ്ടാ. ഞാൻ ഗുളിക കുടിക്കും. ബിഗ് പീസിന് അന്ന് കുടിച്ചിട്ടില്ല. ലിവോസെറ്റ്. ബിഗ് പീസുള്ള ഗുളികയെല്ലാം കുടിക്കലുണ്ട് ഒറ്റക്ക്. ലിവോസെറ്റ് ഇപ്പം വലിയ കുട്ടിയായി, ഇപ്പം എല്ലാം ഗുളികയാണ്. സിറപ്പെല്ലാം മാറിയില്ലേ. അങ്ങനെ ഇപ്പം രുദ്രാക്ഷന് സ്കൂള് തുറക്കുന്നത് 8-നാണ്. നോക്കട്ടെ നിന്റെ എക്സ്പ്രഷൻ കണ്ടേ. 8-ന് ഫസ്റ്റ് സ്കൂൾ തുറക്കൂല. ഹാപ്പിയാ സാഡാ? ഹാപ്പി. പല്ലെല്ലാം പോയി. ഇപ്പം വലിയ ആളായി. ഏത് ക്ലാസ്സിലേനി? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പം ഞാനിന്ന് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല. ഞാനെല്ലാം പെട്ടെന്ന് എങ്ങനെയല്ലോ എന്തെല്ലോ ആണ് ശരിക്കും എൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ കാലം മുന്നേ ഞാനിങ്ങനെ കോളേജിലെല്ലാം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ബ്ലീച്ചൊക്കെ ചെയ്യലുണ്ട്. ഞാൻ എൻ്റെ ഗോൾഡൻ ബ്ലീച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫേസ് ഗോൾഡൻ ബ്ലീച്ച് അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ആ സ്റ്റെപ്പ് നടക്കട്ടെ. അതിനൊരു 15 മിനിറ്റ് മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണൂരിൽ പോകണം. എന്നിട്ട് സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നാളെ നമ്മൾ നേരെ കാപ്പാടേക്ക് പോകും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ടും പിന്നെ ബർത്ത്ഡേൻ്റെത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ടും. അപ്പം നമ്മുടെ ബേബീൻ്റെ ഫോട്ടോ ഒന്നും നമ്മൾ ആരെയും ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ ബർത്ത്ഡേൻ്റെ വ്ളോഗിൽ നമുക്ക് ബേബീൻ്റെ ഫേസ് നമുക്ക് റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബർത്ത്ഡേൻ്റെ വ്ളോഗ് നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ഇടാം. ഓക്കേ, ഞാൻ ബ്ലീച്ച് ചെയ്യട്ടെ. മമ്മി ഇത് തേക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ബർത്ത്ഡേ പാർട്ടിക്കുള്ള സാധനങ്ങൾ പാർട്ടിക്കുള്ള സാധനങ്ങളെല്ലാം അവിടുന്ന് ഇടേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് ഞാൻ ഇവിടുന്ന് വെക്കുന്നു ബാഗില്. അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നീ പറയുന്നത്. ഒന്നുമില്ല, സാധനങ്ങളെല്ലാം ഓൻ ബാഗിൽ എടുത്തു വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തെല്ലാ പറയുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ നീ പറഞ്ഞ പോലെ വീട്ടിൽ ഇടാൻ പോവായിരുന്നു. അപ്പൊ ഞാൻ മുട്ടായിക്കാൻ പോകില്ല. ഈ മുട്ട തിന്നാൻ പോകുന്നതിന് അവരോട് പറയുന്നത് ഗൈസ് ഞാനപ്പോ മുട്ട കഴിക്കാൻ പോവുകയാന്ന്. നീ എന്തോ ദിസ് ഇസ് മൈ ലുക്ക്. എവിടെന്നല്ലോ പോച്ചൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് മുടിയെല്ലാം എടിയെല്ലാം കളറാകുമെന്നൊരു ഡൗട്ടുണ്ട്. ആക്ച്വലി ഞാനിത് ചെയ്തിട്ട് കുറെ കാലായി. രാവിലേട്ടൻ എന്നോട് ചോദിക്കുന്നത് ഇതെന്നാ വെളുക്കുന്നതാന്ന് പിന്നെ കറക്കുന്നതാ. രാവിലേട്ടൻ ആവശ്യത്തിൽ അധികം കളറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെളുക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പം നമുക്ക് ഗുളിക കുച്ച. രണ്ട് വലിയ ഗുളിക. എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത, പൊതുവെ എല്ലാ അസുഖങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാവില്ല. എന്നാലും ഞാൻ പറയാം, തീരെ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു അസുഖം എന്താണെന്ന് അറിയാം, തൊണ്ടവേദന. വൃത്തിയായിട്ട അസുഖം, ഇതിനും വലിയ വൃത്തിയായിട്ട്. ബാക്കി എന്തെങ്കിലും തലവേദനയില്ലെങ്കിലും ഓക്കെ സഹിക്കാമെന്ന് വിചാരിക്കാം. ഇതിന് എതിരായിട്ട് ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറയാം, തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് തൊള്ളയെന്നൊന്നും ഇറങ്ങൂല. അതിലും വലുത് വേറെ പേരായിണ്ടാ തന്നെ ആ സാധനം എനിക്ക് വന്നത്.
എനിക്ക് 2 മുട്ട. ഇവിടെ മുട്ടക്കട്ടിയാണ്. ഒരു 3 മുട്ട ഉണ്ടാക്കിയ 3 മുട്ടക്കട്ടി. ആക്കിയിട്ടില്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. അഥവാ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ മുട്ടക്ക് മൊത്തം അടിയാണ് ഇടും. വട്ടുണ്ടു ഗൈസ്, വയറിന് സുഖമില്ലാത്ത രാവിലേട്ടിന് പോലും മുട്ട വേണം പോലും. ഇവിടെ ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടേ. വായിൽ ആദ്യം വെള്ളം വെച്ച് ഇങ്ങനെ അടിച്ച് അതിൻ്റെ തന്നെ ഇറക്കി. ഞാൻ ആ ടൈപ്പല്ലേ. ഞാൻ ഗുളി പിടിക്കുന്നത് ഇതില്ല, മാക്സിമം ഉള്ളിൽ എത്രത്തോളം ഉള്ളിൽ വെക്കാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിൽ കയറ്റിയിട്ട് വെള്ളം കുടിക്കും. പൊതുവേ എൻ്റെ ക്യാരക്ടർ ഞാൻ വരിക ഭയങ്കര ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മാക്സിമം ലേറ്റ് ആക്കും. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല. എത്ര ലേറ്റ് ആക്കാൻ പറ്റുമോ അത്രയും ലേറ്റ് ആക്കിയിട്ട് ഞാൻ ഇറങ്ങും. അതിന് ഒരു വൃത്തികെട്ട ശീലം എനിക്കുണ്ട്. ഞാൻ മാക്സിമം ലേറ്റ് ആക്കും. എനിക്കിങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല. ഈടെ ആയിക്കോട്ടെ. എനിക്ക് ഡോക്ടർ ഇപ്പോൾ ഒരു 10:45 ഡോക്ടർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും ഒരു 10:30 ഞാൻ ഇറങ്ങും. അത്രയും ഭയങ്കര പങ്ക്ച്വലാണ് ഞാൻ. അതെങ്ങനെ നോക്കി എനിക്കങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോയി ഞാൻ. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ട് അങ്ങനെ? കൃത്യനിഷ്ഠ എന്ന് പറയുന്ന സാധനം എനിക്ക് അധികം ഉള്ളതുകൊണ്ട് ഇസ്തിരി ഇടല് ലാസ്റ്റ് മൊമെന്റ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഓർമ്മ വരും. ഇന്നാൾ സ്പെഷ്യൽ ഫ്രം അപ്പുറത്തെ വീട്. ആരെ ഫസ്റ്റ് വരാൻ നോക്കാല്ലേ? അതിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് പിന്നെ ഏടെ TV വെച്ചാൽ ആളെ കയറിയേണ്ടി വരുന്നുള്ളൂ. അതിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അടുത്ത താരം വരുന്നു നോക്കാം നമുക്ക്. രാവിലെ മിക്കവാറും വരാൻ ചാൻസ് ഇല്ല. രാവിലെ വയറ് പ്രശ്നം എന്നാലും വരും. നോക്കും ഐസ മന്തി. ഇനിയിപ്പോ കുറച്ച് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ലേറ്റും ആവാം. മന്തി എനിക്ക് വേണോ? എനിക്ക് വേണോ? എനിക്ക് പിന്നെ വേണ്ടി വരില്ല. എന്തും വേണ്ടി വരില്ല. ഞാൻ ഭയങ്കര ചൂടുണ്ട്. നല്ല ഇപ്പൊ ഞാൻ തിന്നുമ്പോ ശരിയാവേ. അശോകനും ക്ഷീണമാവെന്ന് പറയുന്ന പോലെ എനിക്ക് കുറച്ച് ലേറ്റ് ആവാം. വരൂ. രാവിലെ ആയിട്ട് പോയ പോലെ തിരിച്ചു വരും. അടിപൊളി. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി. ഇപ്പം ഞാൻ ഒരാവശ്യമില്ലാണ്ട് ലേറ്റാക്കി 12:45. ഒരു സത്യം പറയാല്ല ഗൈസ്, എനിക്കറിയില്ല ഞാൻ എന്തിനെങ്കിലും ലേറ്റ് ആക്കുന്നത്. എൻ്റെ മനസ്സിൽ വിചാരം ഇനിയും കുറേ സമയമുണ്ട് എന്നെങ്ങാനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ലേറ്റ് ആക്കുന്നുണ്ടാവുക. എനിക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ വന്ന് അപ്പോൾ എനിക്കിതെല്ലാം കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തണം. ഫാൻ ഇട്ടതുകൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ മൈക്ക് കയ്യിലുള്ളത് പോയി. ഇനിയിപ്പോൾ എനിക്കെല്ലാം ഒന്നേന്ന് തുടങ്ങണം. എന്നാലേ വീഡിയോ എല്ലാം എടുക്കുന്നതെല്ലാം അടിപൊളിയായിട്ട് വരുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൺ എൻ്റെ വീട്ടിലിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല ഇന്ന്. എസ്പെഷ്യലി ഇന്ന് മറ്റേ ബലിപ്പെരുന്നാളാണ്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് മിക്ക ഷോപ്പും കാര്യങ്ങളെല്ലാം ഇന്ന് ലീവായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല. അത്യാവശ്യം വേണ്ടുന്നത് മാത്രം ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കുന്നില്ല. നമ്മളെന്തെങ്കിലും സെലിബ്രേഷൻസ് എല്ലാം വരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പ്രീ പ്ലാൻഡായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതൊന്നും നടക്കുന്നൊന്നുമില്ല. എങ്ങനെയോ നടന്നിങ്ങനെ പോകുന്നു, അങ്ങനെയുള്ളൂ. ഇപ്പോൾ എനിക്ക് ആ ഒരു മൈൻഡിലേക്ക് വന്ന് ഭയങ്കര നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. നമുക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സെല്ലാം ആയിരിക്കും. ഇപ്പം ഞാനങ്ങനെ വിചാരിക്കാറില്ല. എല്ലാം അങ്ങനെ ആ ഒരു ഇതുപോലെ ഞാനിപ്പോൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇനിയിപ്പം മോന് ഗിഫ്റ്റ് വാങ്ങണം. പിന്നെ രുദ്രാക്ഷന് ഹെയർ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതും നടന്നില്ല. പിന്നെ അനിയത്തി 2 മാറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഞാനാണ് ഈ ലോകത്തിൽ ഏറ്റവും ഭയങ്കര വീക്കായിട്ട് ലേസി ആയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്ന ആളെന്ന്. നോ, അനിയത്തിക്ക് ഇപ്പോഴാണ് നിലത്തിരുന്ന മാറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. സോ
ഇനി അതും ഞാൻ ചെയ്യണം. പിന്നെ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു അടിപൊളിയാണ്, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുന്നു. അവർക്കും അറിയാം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്കം വരില്ല. ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യണം. മറ്റേ APJ അബ്ദുൽ കലാം പറയുന്ന പോലെ നമ്മൾ ഉറക്കം കെടുത്തുന്ന കാര്യമുണ്ടല്ലോ. ഞാനിത് ക്ലിയർ ആയിട്ടാണോ കറക്റ്റായിട്ടാണോ പറയുന്നത് പോലെ എനിക്കറിയില്ല. നമ്മൾ ഉറക്കം കെടുത്തുന്ന ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്യുക എന്നുള്ളത്, അതാണ് ഇനിയിപ്പോൾ ഞാൻ നോക്കുന്നത്. കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ചെയ്യാതിട്ട്. കാരണം ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് നാളെ ഒരു മെമ്മറിയാണ്. ഇന്നുണ്ടാകുന്ന കാര്യങ്ങൾ നാളെ എന്തായാലും ഒരു മെമ്മറിയാണ് നമുക്ക് ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. ഈവൻ എൻ്റെ മോൻ വലുതാകുന്നത് പോലും ഡേ ബൈ ഡേ എനിക്കതൊരു മെമ്മറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനതിൻ്റെ ഫുൾ മൊമെൻറ്റ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യമുള്ള കാര്യങ്ങളും അവൻ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്തേ പറ്റൂ. എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ ഞാൻ വീഡിയോ ചെയ്താൽ നാളെ എനിക്കിതിരുന്ന് കാണാൻ പറ്റില്ലേ, ആർക്കെങ്കിലും അവൻ്റെ സംസാരങ്ങളൊക്കെ കേൾപ്പിക്കാൻ പറ്റില്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നത് കൊണ്ടും കൂടിയാണ് ഞാനിപ്പം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാമെന്നും കൂടി വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്നത് പോലും എത്രയാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലും മനസ്സിലാകുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഞാനതിന് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയൊരു കണ്ണടിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാവിലെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് ഞാൻ നോക്കാം. നിന്റെ ഷൂ വേണ്ടേ? എന്തോന്ന് ചിരിക്കുന്നത്? എല്ലാം എടുത്തു വെച്ചിട്ട് ലാസ്റ്റ് ഞാനിന്നൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും എല്ലാം മറക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ. രുദ്രാക്ഷാന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോന് അതിൻ്റെതായ എന്തുണ്ടാവും, തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും. ക്ഷമിക്കുക. ഇത് സിനിമാറ്റിക് മോഡിലാണ് വീഡിയോ ഉള്ളത്. അതാണ് അവനെ ക്ലിയർ ആയിട്ട് കാണുന്നത്. സാരമില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് വലിയ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി, വീടിന്ന് അങ്ങോട്ട് ഇറങ്ങി. നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നമ്മള് കണ്ണൂർ പോയിട്ട് ഗിഫ്റ്റ് മേടിച്ചിട്ട് കയ്യിലെ പരിപാടിയെല്ലാം ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് തെറിച്ച് പോകണം. അല്ലെങ്കിൽ എനിക്ക് വാച്ചിന്റെ ആവശ്യമൊന്നുമില്ല. സമയത്തിന് ഞാൻ വലിയ പ്രശ്നമൊന്നുമില്ല. സമയത്തിന് ഞാൻ പിന്നെ വലിയ പങ്ക്ചലായതുകൊണ്ട് പിന്നെ എനിക്ക് വാച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കാണാനൊരു ലുക്കിന് നമുക്ക് വാച്ച് വേണമായിരുന്നു എന്നൊരു തോന്നല്. രുദ്രാക്ഷ് അങ്ങനെ ടൂറ്റൂല് വന്നിട്ട് ടൂറ്റൂല് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ സ്റ്റേഡിയം കോംപ്ലക്സിലെത്തി. ഇവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. പക്ഷെ അതിന് വല്ലാത്തൊരു സങ്കടം തോന്നുന്ന ഒരു കാഴ്ച. സങ്കടമെന്നോ സന്തോഷമെന്നോ, ചിലർക്ക് ഇവിടെ വണ്ടി വെക്കുന്നവർക്ക് സന്തോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എന്തോ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു ഇതുപോലെ തോന്നി. കാരണം നമ്മളെല്ലാം ചെറുപ്പകാലത്തിലേക്ക് കാണുന്ന ഒരു മരം ദേ ഇങ്ങനെ വെട്ടി മുറിച്ച് പീസാക്കി ഇട്ടിട്ട്, ഞാനിതിപ്പോഴാണ് കണ്ടത്. കണ്ടിട്ട് എന്തോ പോലെ തോന്നി എനിക്ക്. ഫെൽറ്റ് ബാഡ്. പൊരിഞ്ഞു വന്നുകൊണ്ട് ഭീഷണിയാ. മരം പൊരിഞ്ഞു വന്നുകൊണ്ട് ഭീഷണി ആയതുകൊണ്ട് കട്ട് ചെയ്തെന്നാണ്. ഇതിലൂടെ വഴി പോകുന്ന ആൾക്കാർക്ക് ഭീഷണിയാണ്. സോ കട്ട് ചെയ്തു. ലാസ്റ്റ് വിചാരിച്ച സാധനം കിട്ടി. ഇത് വേറെ കളറുണ്ടാവും. ബാക്കി വെച്ചിട്ട് രാവിലെ എന്നോട് ചോദിക്കുന്നു, വണ്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടില്ലേന്ന്. വണ്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടില്ലെങ്കിൽ ആ വണ്ടി അവിടെ നിൽക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാനൊന്ന് നോക്കി, വണ്ടി ഹാൻഡ് ബ്രേക്കിലല്ലേ. സാധാരണ ഒരാൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കിപ്പോയി. അപ്പം എന്നോട് ചോദിച്ചു, നീ എന്തിനാ പിന്നെ നോക്കിയത്? ഞാൻ ജസ്റ്റ് നോക്കി.
ഇരുത്രൂട്ടാ ഉള്ള സാധനം തന്നെ വാങ്ങിത്തരാൻ വേണ്ടി ഇതാ ചൊറയാക്കുന്നു. ബ്ലോക്സ് ഇവന് രണ്ട് സെറ്റ് വാങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് പിന്നെ ബ്ലോക്സിന് ലോങ് വെയില്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടണം. സാരമില്ല, നീ വീട്ടിൽ പോയിട്ട് സ്കൂട്ടർ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, കാറിന്റെ ഡിക്കിലിട്ടിട്ട് നമ്മള് ഏടിയിൽ ചൊറിയുന്നു. ചിരി വന്നിട്ട് നിക്കാൻ ഇതിന്. അയ്യോ, നമ്മള് പാർക്ക് ചെയ്യണം വിചാരിച്ച സ്ഥലത്ത് ആരോ കാർ പാർക്ക് ചെയ്ത്. നമുക്ക് വാവക്ക് 2 ഡ്രസ്സ്. വാവയല്ല, വാവ 1 year ആയി. ഇനി പിത്തൂട്ടിന് നമുക്ക് ഡ്രസ്സ് 2 ഡ്രസ്സ് വാങ്ങണം. അത് ഈ സ്റ്റേഡിയം കോംപ്ലക്സ് നടക്കുന്നു തോന്നുന്നു. അപ്പൊ സംഭവം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി വണ്ടി ഇവിടെ തന്നെ വെച്ചിട്ട് ഇതിനടുത്ത് തന്നെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴയും. ഇത് മതിയല്ലേ? അങ്ങനെ നമ്മൾ ഡ്രസ് എടുക്കലും കഴിഞ്ഞു. ഞാൻ കാർ എടുക്കുന്നതിന് മുന്നേ ഒരാള് കാർ സ്റ്റാർട്ട് ചെയ്ത്. വണ്ടി എടുക്കണോ വണ്ടി. ആരോടോ എടാ, ഞാൻ നിന്നോടാണോ പറയുന്നത്? ഞാൻ ഇവനോടാ പറയുന്നത്. ഇവൻ വിചാരിച്ചു ഞാൻ വേറെ ആരോടാ പറയുന്നത്. എടുക്കണോ വണ്ടി? അങ്ങനെ ക്രീംസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. 2 മാറ്റ് മേടിക്കാൻ പേപ്പാർക്കിന്റെ പൈസ കൊടുക്കുന്ന രാവിലെട്ടോ കാറിന്റെ ഫ്രണ്ടിൽ നോക്ക്. കാക്കക്ക് നമ്മളെ വണ്ടി വല്ലാണ്ട് ഇഷ്ടമായി തോന്നുന്നു. വല്ലാണ്ട് ഇഷ്ടമായി. കാറിന്റെ ഫ്രണ്ടിൽ നോക്കിയ നീ കഴുകണം. ഗ്രീൻസിന്റെ മേലത്തെ ഫ്ലോറിൽ വന്നിട്ട് ഇവിടെ ഒരു മനുഷ്യക്കുട്ടിയെ കാണാനല്ലോ. ഭയങ്കര സ്റ്റാഫൊന്നും ഇല്ലേ? അത് നോക്കണ്ടേ? മതിയാ? 1 2 3 4 5 6 7 8 9 10. അവള് പിന്നെയും കുറെ സാധനം അയച്ചു. അവൾക്ക് 2 മാറ്റ് മാത്രം പോരാ. അവൾക്ക് പിന്നെയും കുറെ സാധനത്തിന്റെ ലിസ്റ്റ്. ലാസ്റ്റ് മൊമെന്റ് ഞാൻ മാത്രമല്ല. അപ്പൊ ഓയ് ഇതാ ഐസ് ക്യൂബ്. എടാ, ഈ ട്രോളി കാറിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലേട്ടനോട് ഇത് അങ്ങോട്ട് നീക്കി വെച്ചേ. അപ്പൊ രാവിലെ പറയാം, അയ്യോ ഇതൊക്കെ സെക്യൂരിറ്റിന്റെ പണിയാ, ഇതൊന്നും നമ്മളെ ചെയ്യേണ്ടത്. എനിക്ക് ആദ്യമായിട്ട് നീ വരുന്നോണ്ട് തോന്നുന്നു. അപ്പൊ ഈ രാവിലേട്ടനോട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചു. ഈ രാവിലേട്ടന് ഒരിക്കലും കാറിന്റെ ഡോറ് മര്യാദയ്ക്ക് കിടക്കൂല. അപ്പൊ ഞാൻ രാവിലേട്ടനോട് പറഞ്ഞു, നിങ്ങൾ ഈ കാറിന്റെ ഡോറ് മര്യാദയ്ക്ക് അടക്കാത്തത് ആദ്യമായിട്ട് അടക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിലെന്താ തെറ്റ്? നിങ്ങൾ തന്നെ പറ. കാറിന് തട്ടുന്നത് കൊണ്ടാന്ന് ഞാൻ ആ ട്രോളി അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞത് രാവിലേട്ടാ. സത്യോ? നിങ്ങളെ കൊമ്പ കൊടലാണ് സത്യോ. അല്ല, പക്ഷെ നമ്മളെ കാറിന്റെ ഫ്രണ്ടിൽ വന്നതുകൊണ്ടാ ഞാൻ പറഞ്ഞ രാവിലേട്ടനോട് മാറ്റി വെക്കുന്നത്. ആ സെക്യൂരിറ്റി ഇങ്ങനോട് അറ്റിയിരുത്താന്ന്. അയാള് മാറ്റാത്ത പിന്നെ നമ്മൾ അങ്ങോട്ട് സൈഡാക്കി വെക്കണ്ടേ. അതെങ്ങാനും ഉരുണ്ടിട്ട് നമ്മളെ കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്നാലോ നിങ്ങളറ. നമ്മളിന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിചാരിച്ചത്. പ്ലാനിങ്ങെല്ലാം തെറ്റി. ഫുഡ് അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് എന്താ എന്താ തന്നത് നമുക്ക്? നാവെന്തോരു കൊയകൊയാകുന്നു. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മന്തി തന്നു. രാവിലേട്ടന് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും എത്താത്തത് കൊണ്ടും രാവിലേട്ടൻ പറഞ്ഞ് ഞാൻ ഫുഡ് വാങ്ങാന്ന് പറഞ്ഞ് നമ്മൾ കാൽടെക്സ് ഫുഡ് വാങ്ങാൻ വന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം, വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതിനിടയിൽ നമുക്കിപ്പോൾ
ഐസ് ക്യൂബ് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്, മെൽട്ടാവുമെന്ന് അറിയില്ല. അതിപ്പോൾ വലിയൊരു ടാസ്ക്കാണ്. മെൽട്ടായാൽ നമ്മൾ കാറിൽ പണിയാവും, വെള്ളമാവും. അത് നമ്മൾ പോയപ്പാട് വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും. ഭയങ്കര വെയിലാട്ടോ സത്യം പറഞ്ഞാൽ. ഏതാ വെയിൽ, എല്ലാ വെയിലും കൊണ്ട് ബ്ലീച്ചെല്ലാം ചെയ്തിട്ട്. ഡിസംബറിലാ ഓരോ തగ్గടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനേ നോക്കണം. എൻ്റെ മൂക്കാണെങ്കിൽ അടഞ്ഞിട്ടാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഗ്രീൻസിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് മൂക്കിനെ കൊണ്ട് വർത്താനം പറയുന്നത്. അവർ ചോദിച്ചാൽ എനിക്ക് ഇവളങ്ങനെയാണെന്ന്. ഞാനൊക്കെയാണെങ്കിൽ മൂക്കും തുറക്കുന്നില്ല. എൻ്റെ കയ്യിലൊരു ടിഷ്യൂ പോലും ഇല്ല സാധനം. ഫാമിലി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലോ അല്ല ചില സമയത്ത് നമുക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ചുമയുണ്ടാവില്ലേ? ഇങ്ങനെ നിർത്താൻ പറ്റാത്ത കുത്തി ചുമ. നമുക്ക് ക്ലാസ്സിൽ തന്നെ ആവണമെന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചുമ ചില സമയത്ത് ഉണ്ടാവില്ലേ? എനിക്ക് അങ്ങനത്തെ അധികം ഉണ്ടാവില്ലല്ലോ ലൈഫിൽ. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം ഞാൻ മൂക്കിനെ കൊണ്ടാണ് വർത്താനം പറയുന്നത്. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഇനി ഫുഡ് കഴിച്ചിട്ട് കുളിച്ചിട്ട് നമ്മളിനി നേരെ കാപ്പാട് പോകും. അവസാനം ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഗൈസ്. ഇതെന്തിനാണ് നോക്കുന്നത്? ഫുഡ് കിട്ടൂല എന്ന് വെച്ചിട്ട് ഫുഡ് വാങ്ങിയ രാവിലെ ആയിട്ട് പിന്നെ ശശിയായി ഗൈസ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആദ്യം ഫുഡ് കൊണ്ടുതന്നു. പിന്നെ ബിരിയാണി ചോറ്, ബിരിയാണി ചോറ്, ബിരിയാണി ചോറ്. നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മളെ വിചാരിച്ച് നമ്മളിവിടെ ഇല്ല എന്നുവെച്ചാൽ അപ്പോൾ അവർ നമ്മൾ വന്നപ്പോൾ അവർ കൊണ്ടു തന്നു. രാവിലെ അപ്പോൾ ബിരിയാണി വേണ്ട, എന്നാ ബിരിയാണി ചോറിങ്ങനെയാണ് നോക്കിയിരിക്കത്തേ ഉള്ളൂ. നോക്കാം. അടുത്ത ബിരിയാണി, മൂന്നാമത്തെ ബിരിയാണി അല്ലേ? മൂന്നാമത്തെ ബിരിയാണി, നാലാമത്തെ ഇല്ല, ഒന്നും ഒരു പായസമാണ്. നൂഡിൽസ്, ബിരിയാണി. നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് കാപ്പാടേക്ക് പോകുമല്ലേ ഇപ്പൊ? സമയം 5:30. ഭയങ്കരമായ പ്ലാനിങ് ആയതുകൊണ്ട് പിന്നെ നേരത്തെ വീട്ടിലെത്തി ബിരിയാണി അടിച്ച് മത്ത് പിടിച്ച് കുറച്ചു നേരം കിടന്ന് അച്ഛൻ വിളിച്ചൊരു ഓർമ്മ വന്നു. റിസൾട്ടാണ് മുരളി ഏറ്റവും വലിയ. എങ്ങനെ നമ്മൾ അവസാനം വീടെത്തി ഗൈസ്. ബാഹുബലിനെ കാണിച്ചത്. എടാ വണ്ടി എടിയാടാ വെക്കണ്ടേ എടിയാ? ഓക്കെ, സെറ്റിങ്സ് അടിപൊളിയായി. സെറ്റിങ്സ്. എടാ നിന്റെ പനി മാറിയാ? പനിക്കുന്നൊന്നുമില്ല. നമുക്ക് അച്ഛമ്മേനെ ശരിക്കും കാണാം. അച്ഛമ്മേനെ വീഡിയോയിൽ ഇടട്ടെ? അച്ഛമ്മേനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കല്ലേ? അച്ഛമ്മ വയസ്സായി. എല്ലാവർക്കും വയസ്സാവും. എല്ലാവർക്കും വയസ്സാവും. ഞാൻ ഇതെന്തപ്പം മുണ്ടാതെ റെജിനിയത്തോളി എന്നോട് മുണ്ടാതെ എന്നെ കാണുന്നില്ലേ എന്ന് വിചാരിച്ചു. ഞാനിപ്പൊ വന്നല്ലേ. എന്താണ് പണക്കം? ഞാനും അമ്മയും ദുഷ്മനായി ഗൈസ്. നേരത്തെ ചെറുതായിട്ട് ഞാൻ ഇതെല്ലാം വീഡിയോ ഇടും. ഞാൻ എല്ലാരും കാണും. എല്ലാരും ചോദിക്കും എന്തിനാ ദുഷ്മനായി. അയ്യോ ഷഡ്ഡി, ബാക്ക്ഗ്രൗണ്ടില് ഷഡ്ഡി.
ഒന്നും മാറ്റാൻ ഷഡ്ഡിയാ ബാക്ക്ഗ്രൗണ്ട്. സ്നേഹനിധിയായ നമ്മളെല്ലാം പോയെന്നായി ഓനായവരാ ഇപ്പൊ ട്രെൻഡിങ്. അതറിയില്ല. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ എല്ലാവർക്കും വൈറലാകും. നമ്മമ്മേ അങ്ങനെയുള്ളവരെ കാണാനല്ലായിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ടാവൂലേ? നിങ്ങളാ സുന്ദരി ഇവിടെ ഉള്ളതിലും വെച്ചിട്ട് ഏറ്റവും വലിയ സുന്ദരി അമ്മമ്മയാണ്. സത്യോ? സുന്ദരി പണ്ടത്തെ സുന്ദരി എന്ന് കണ്ടാലും നീ എന്താ പറയാ അല്ലേ? അമ്മമ്മ പറയായാണ് അമ്മ പിരികെല്ലാം എടുത്ത് ഒന്നും എടുത്തിട്ടില്ല. പിരികം വരെ എടുത്തിട്ട് അമ്മമ്മ പിരി എടുത്തില്ല. അമ്മമ്മ അയ്യോ പിരിയെടുക്കാനാ നല്ല പറഞ്ഞ ജനിച്ചിട്ടില്ല പിരിയെടുത്തില്ല. ആടെ ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോ രണ്ടും മുളക് പൊട്ടിച്ച് നടക്കല. നിങ്ങക്ക് ഡ്രസ്സൊന്നും മാറ്റണ്ട. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. ഹലോ, നമ്മളിവിടെ എല്ലാരും കണ്ടു. കുറെ ആൾക്കാർ എത്തി, എല്ലാവരോടും സംസാരിച്ചു. ഞാൻ കുളിച്ചതേ ഡ്രസ്സ് മാറി, മേക്കപ്പ് ഒന്നും ചെയ്തില്ല. രുദ്രാക്ഷി ഡ്രസ്സ് ചെയ്തു. ഇതാണ് രുദ്രാക്ഷിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മതിയല്ലേ? ഇത്രയും മതി. ഇനി അടുത്തത് നമുക്ക് ബർത്ത്ഡേ വ്ളോഗ് ഇടാം. ഓക്കെ, അപ്പോൾ see you. Bye.